Good morning, everyone. Let's start today's session. Okay. So, നമ്മുടെ ഇന്ത്യൻ പൊളിറ്റിയുടെ മൂന്നാമത്തെ മൊഡ്യൂളാണ്, അതായത് സാലിയൻ ഫീച്ചേഴ്സ് ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പൊ ക്ലാസിന്റെ നമ്പർ നിങ്ങൾ നോക്കണ്ട, നിങ്ങൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് മൊഡ്യൂൾ ആയിരിക്കും. അപ്പൊ നമുക്കറിയാം നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുന്നത് നമ്മൾ 2 ക്ലാസ്സുകളായിട്ടായിരുന്നു കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം ഓരോ മൊഡ്യൂളും ചിലപ്പോൾ നമുക്ക് പാർട്ട് 1, പാർട്ട് 2 എന്നുള്ള രൂപത്തിലേക്ക് കംപ്ലീറ്റ് ചെയ്യേണ്ടി വരും. അപ്പം ഈ ഒരു മൊഡ്യൂൾ നമുക്ക് 2 പാർട്ടായിട്ടായിരിക്കണം ചെയ്യേണ്ടി വരുന്നത്. കാരണം സാലിയൻ ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ മുഴുവൻ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് അതൊരു 3 hours പ്ലസ് ക്ലാസ് വരുന്നതായിരിക്കും. അപ്പൊ അത് നമ്മൾ കട്ട് ചെയ്തിട്ട് 1.5 hours എന്നുള്ള രൂപത്തിൽ 2 ക്ലാസ്സുകളായിട്ടായിരിക്കും നമ്മൾ ചെയ്യുന്നത്. ഈ പോസിബിൾ ഇതിലെ ഏതെങ്കിലും ഒരു ക്ലാസ്സുകൾ നമ്മൾ എന്ത് ചെയ്യുന്നതായിരിക്കും, യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതായിരിക്കും. ഓക്കെ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, പ്രോപ്പറായിട്ട് ക്ലാസ്സുകൾ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. ഇന്നിവിടെ ഇപ്പം ഫാക്കൽറ്റിയുടെ ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ വരുന്നില്ല, അത് കുറച്ച് ടെക്നിക്കൽ ഇഷ്യൂസ് ഉണ്ട്, അതുകൊണ്ടാണ്. അപ്പൊ നിങ്ങൾ ക്ലാസ്സിൽ ഫോക്കസ് ചെയ്യുക, കണ്ടന്റിൽ എന്ത് ചെയ്യുക, കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. ക്ലാസ്സിന്റെ ക്വാളിറ്റിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നതായിരിക്കില്ല, കോംപ്രമൈസ് ചെയ്യുന്നതായിരിക്കില്ല. ഓക്കെ. അപ്പം അതേ സമയത്ത് തന്നെ നമുക്ക് ഏറ്റവും വലിയൊരു സന്തോഷം കൂടെ നിങ്ങളുടെ അടുത്ത് പങ്കുവെക്കേണ്ടതുണ്ട്. അതായത് KS റാങ്കറിന്റെ ലേണേഴ്സ് സ്ട്രെങ്ത് എന്ന് പറയുന്നത് 944 ആൾക്കാരായിട്ടുണ്ട്. ഓക്കെ. സോ വിത്തിൻ 1 or 2 days നമ്മൾ ഒരു 1000 എന്ന് പറയുന്ന മാർക്ക് നമ്മൾ വെരി സൂൺ ക്രോസ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ KS റാങ്കർ എന്ന് പറയുന്നത് KS ആസ്പിറൻസിനെ സംബന്ധിച്ചിട്ട് കേരളത്തിലെ ഏറ്റവും വലിയ ഒരു പ്ലാറ്റ്ഫോം ആയിട്ട് മാറിയിട്ടുണ്ട്. ഓക്കെ. ഒരിക്കലും ഒരു അഹങ്കാരത്തോട് കൂടിയിട്ട് പറയുന്നതല്ല. നമുക്ക് ഇത്രത്തോളം വലിയൊരു കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമുക്കതൊരു പോസിറ്റീവാണ്. അത്രത്തോളം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അതിനെ വാല്യൂ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രത്തോളം ആളുകൾ സീരിയസ് ആയിട്ട് പഠിക്കുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും നമുക്ക് എന്താണ്, ഒരു മോട്ടിവേഷൻ തന്നെയാണ്. നിങ്ങൾക്ക് കൂടുതലായിട്ട് കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മോട്ടിവേഷൻ തന്നെയാണ്. അപ്പം ഇതിൽ ഏറ്റവും വലിയ അടുത്തൊരു പോസിറ്റീവ് ഫാക്ടർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്രയും ആളുകളിൽ ഭൂരിപക്ഷം ആളുകളും എന്ത് ചെയ്തിട്ടുണ്ട്, ടെസ്റ്റ് സീരീസ് പർച്ചേസ് ചെയ്ത് അത് പ്രോപ്പറായിട്ട് ടെസ്റ്റ് എടുത്ത് പോകുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ. സോ ആ ഒരു ടെസ്റ്റുകൾ നിങ്ങൾ പ്രോപ്പറായിട്ട്, ഇപ്പം നമുക്കറിയാം KS പോലുള്ള ഒരു എക്സാമിനേഷനിലേക്ക് വരുന്ന സമയത്ത് ടെസ്റ്റ് സീരീസ് എന്ന് പറയുന്നത് ഒരു വെരി ക്രൂഷ്യലാണ്. നമ്മുടെ പഠനം ഒരു സിസ്റ്റമാറ്റിക് ആക്കുന്നതിന് വേണ്ടിയിട്ടും അതേപോലെ തന്നെ പഠിച്ച കാര്യങ്ങളൊന്ന് റിവൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഏതെങ്കിലും പെർട്ടിക്കുലർ ടോപ്പിക് അല്ലെങ്കിൽ ഏരിയ ഞാൻ വിട്ടുപോയിട്ടുണ്ടോ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ടെസ്റ്റ് സീരീസ് എന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അപ്പം ഇതിന്റെ ഭൂരിഭാഗം ആളുകളും പ്രോപ്പറായിട്ട് ടെസ്റ്റ് സീരീസ് എടുത്ത് പഠിക്കുന്നു എന്നുള്ളതും കൂടെ. കാരണം ഒരു ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നതിന്റെ കൂടെ തന്നെ അവർക്ക് എന്ത് ചെയ്യണം, കാരണം ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്തു, അപ്പോൾ അവർക്ക് ഇനി അതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം. അങ്ങനെ അവർ ടെസ്റ്റ് സീരീസും കൂടെ എടുത്ത് എന്ത് ചെയ്യുന്നുണ്ട്, പ്രോപ്പറായിട്ട് പോകുന്നു എന്നുള്ളത് നമുക്ക് വളരെയധികം സന്തോഷം തരുന്ന ഒരു കാര്യം തന്നെയാണ്. ഓക്കെ. ഇതൊക്കെ ഇപ്പൊ നമ്മുടെ ക്ലാസ്സിൽ കഴിഞ്ഞ ഒരു 2 ദിവസത്തെ കാര്യം മാത്രം നമ്മളിവിടെ ആഡ് ചെയ്തിട്ടുള്ളൂ. ഓക്കെ. ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഓൾറെഡി നമ്മുടെ ക്ലാസ്സുകളിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ ഡീറ്റെയിൽസ് നമ്മളിവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. അപ്പം ഇത് നമുക്ക് തീർച്ചയായിട്ടും ഒരു വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ അതേ ഒരു സീരിയസ്നെസ്സോട് കൂടിയിട്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ക്ലാസ്സുകൾ മുന്നോട്ടേക്ക് കണ്ട് പഠിച്ച് പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് വൺസ് ഇൻ എ ലൈഫ് കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പൊ അത് നമ്മൾ മിസ്സാക്കേണ്ട. ചിലപ്പം ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ അത് ചിലപ്പോൾ നമുക്കുള്ളത് തന്നെയായിരിക്കും. ഇപ്പം പലരും പറയുന്നത് കേട്ടു, ലോട്ടറി എടുക്കുന്ന പോലെയാണെന്നൊക്കെ. ഓക്കെ. ബട്ട് ലോട്ടറി എടുക്കുന്നതും ഇതും തമ്മിലൊരു വ്യത്യാസമുണ്ട്. കാരണം ഇവിടെ പ്രോപ്പറായിട്ട് അധ്വാനിക്കുന്ന ഒരാൾക്ക് അവിടെ എഡ്ജ് കൂടുതലാണ് എന്നുള്ളത്. ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് പ്ലാറ്റ്ഫോമും സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ദ ബെസ്റ്റ് അവൈലബിൾ ഇൻ കേരള എന്ന് പറയുന്ന രൂപത്തിലേക്ക് കംപ്ലീറ്റ് ആൻഡ് കോംപ്രഹെൻസീവ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇത്രത്തോളം ഈ ഒരു സന്തോഷം വരുന്നത് കൊണ്ട്, ഈ ഒരു 1000+ എന്ന് പറയുന്ന ആ ഒരു സ്റ്റുഡൻറ് സ്ട്രെങ്ത് കമ്മ്യൂണിറ്റിയിലേക്ക് നമ്മൾ എത്തുന്നത് കൊണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് ഒരു കാര്യം കൂടെ നമ്മൾ ആഡ് ചെയ്യണം. നമ്മൾ നമ്മുടെ KSന്റെ പ്രിലിംസ് ടെസ്റ്റ് സീരീസ്, പ്രിലിംസ് ടെസ്റ്റ് സീരീസിൽ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നത് 28 ടെസ്റ്റുകളായിരുന്നു. അതായത് 26 സെക്ഷണൽ ടെസ്റ്റുകൾ സബ്ജക്ട് വൈസ് പ്ലസ് 2 ഫുൾ ലെങ്ത് ടെസ്റ്റ് ആയിരുന്നു. ഇത് കൂടാതെ നമ്മൾ അഡീഷണൽ ആയിട്ട് ടെസ്റ്റുകൾ ഇവിടെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഓക്കെ. ഇനിയും അഡീഷണൽ ആയിട്ട് ടെസ്റ്റുകൾ നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ കൊടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. കാരണം പലപ്പോഴും ടെസ്റ്റ് എടുത്ത് അതിൽ നിങ്ങൾക്ക് തെറ്റിപ്പോയി കഴിഞ്ഞാൽ പോലും ഓക്കെ, ഈ ഒരു ചോദ്യം എനിക്ക് തെറ്റി എന്നുള്ള രൂപത്തിൽ അത് നിങ്ങൾക്ക് മെമ്മറി റീറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പം ഒരു റീസൺ എന്ന് പറയുന്നത് 1000+ എന്ന് പറയുന്ന ഈ ഒരു കമ്മ്യൂണിറ്റി സ്ട്രെങ്ത്തിലേക്ക്, ഓക്കെ, ഞാൻ പറയുന്നത് നമ്മുടെ ടെലഗ്രാമിലോ അല്ലെങ്കിൽ യൂട്യൂബിലോ ഉള്ള സബ്സ്ക്രൈബേഴ്സിന്റെ ലെങ്ത് അല്ല, നമ്മുടെ ഈ ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്ത ആളുകളുടെ സ്ട്രെങ്ത് മാത്രമാണ്. എസ്പെഷ്യലി KS എന്ന് പറയുന്ന ഒരു എക്സാമിനേഷന് വേണ്ടിയിട്ട് മാത്രം ജോയിൻ ചെയ്തിട്ടുള്ള ആളുകളുടെ ഒരു സ്ട്രെങ്ത് ആണ് ഈ പറയുന്ന സ്ട്രെങ്ത് എന്ന് പറയുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ആളുകൾക്ക് അത്രത്തോളം ആസ്പിറേഷൻസ് ഉണ്ട്. അപ്പം പല ആളുകൾ ഇതിൽ ഡെഫിനറ്റ്ലി നമ്മൾ അതും കൂടെ പറയണം. ചില ആളുകൾ ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്ത് നോക്കാം എന്നുള്ള രൂപത്തിൽ ജോയിൻ ചെയ്തതാണ്. ഓക്കെ. സോ അതുകൊണ്ട്, എന്നാൽ അതേസമയം വളരെ സീരിയസ് ആയിട്ട് പ്രോപ്പറായിട്ട് റെഗുലർ ആയിട്ട് ഫോളോ ചെയ്യുന്ന ആളുകളുണ്ട്. അത് തീർച്ചയായിട്ടും നമുക്കൊരു സന്തോഷം തരുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ ഇത്രയും ടെസ്റ്റുകളാണ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പം ഇതിൽ സീരിയസ് ആയിട്ടുള്ള ഒരുപാട് ആളുകൾ ഇപ്പം എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ഇതുവരെയുള്ള ടെസ്റ്റുകളൊക്കെ പ്രോപ്പറായിട്ട് എടുത്തു. ഓക്കെ. സോ ഓൾറെഡി നമ്മുടെ 2 ടെസ്റ്റുകൾ ഉണ്ടായിരുന്നു.
അപ്പോൾ അവർ ഫർദർ ഡിമാൻഡ് ചെയ്തതനുസരിച്ച് നമ്മൾ 7 വരെയുള്ള ടെസ്റ്റുകൾ ഓപ്പൺ ആക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അതും എടുത്തിട്ടുള്ള സ്റ്റുഡൻസ് നമ്മുടെ അടുത്ത് വീണ്ടും എന്ത് ചെയ്തിട്ടുണ്ട്, ടെസ്റ്റുകൾ ഓപ്പൺ ആക്കി കൊടുക്കാൻ പറ്റുമെന്ന് വീണ്ടും ഡിമാൻഡ് ചെയ്തു. പക്ഷെ നമുക്ക് അങ്ങനെ ടെസ്റ്റുകൾ ഇനിയും ഓപ്പൺ ആക്കി കൊടുക്കാൻ പറ്റില്ല, നമുക്ക് ആ ഷെഡ്യൂൾ ഫോളോ ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വീണ്ടും എന്ത് ചെയ്യാം, ഇവിടേക്ക് അഡീഷണൽ ആയിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ടെസ്റ്റുകൾ ആഡ് ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ടെസ്റ്റ് സീരീസ് സെഷന്റെ ഏറ്റവും താഴത്തേക്കായിട്ട് അഡീഷണൽ പ്രാക്ടീസ് ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു സെപ്പറേറ്റ് കാറ്റഗറി നമ്മൾ ക്രിയേറ്റ് ചെയ്ത് അവിടെ വീണ്ടും സബ്ജക്ട് വൈസ് ആയിട്ടുള്ള ടെസ്റ്റുകൾ നമുക്ക് ആഡ് ചെയ്ത് തരുന്നതായിരിക്കും. നിങ്ങൾക്ക് അത് എപ്പോൾ വേണമെങ്കിലും എന്ത് ചെയ്യാം, പ്രാക്ടീസ് ചെയ്ത് നോക്കാം. ഓക്കെ, സോ പ്രാക്ടീസ് മേക്സ് പെർഫെക്റ്റ്. അതുകൊണ്ട് കൂടുതലായിട്ട് ടെസ്റ്റുകൾ എടുത്ത് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. അപ്പം എല്ലാവർക്കും ഒരുപാട് നന്ദി, ഒരുപാട് താങ്ക്സ്. ഇതേ രൂപത്തിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യാം, ഫോളോ ചെയ്യാം. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ നമ്മുടെ ക്ലാസ്സുകളൊക്കെ കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് തന്നെയാണ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അതിൻ്റെ അകത്ത് ലൈക്ക് ഒരു തർക്കമില്ല. അപ്പോൾ ഫ്രീ ആണ് എന്ന് കരുതിയിട്ട് ക്ലാസിന്റെ ക്വാളിറ്റിയിലൊന്നും നിങ്ങൾ ഒരു കോംപ്രമൈസും പ്രതീക്ഷിക്കേണ്ട. നിങ്ങൾക്ക് അബ്സല്യൂട്ട്ലി കേസിന് എന്ത് ഡിമാൻഡ് ചെയ്യുന്നു ആ ക്ലാസ്സുകൾ നമ്മൾ ഇവിടുന്ന് ക്വാളിറ്റി വൈസ് ആയിട്ട് തന്നെ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അതും അബ്സല്യൂട്ട്ലി ഫ്രീ ആയിട്ട് തന്നെ. ഓക്കെ, അതിന് ആസ് ക്ലാസ്സുകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രത്യേകിച്ച് ഒന്നും തന്നെ ചാർജ് ഈടാക്കുകയൊന്നും ചെയ്യുന്നില്ല. ഈ ഒരു വാട്സപ്പിലേക്ക് നിങ്ങൾ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ക്ലാസ്സുകൾ എങ്ങനെ ആക്സസ് ചെയ്യണം എന്നുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പം ക്ലാസ്സുകൾക്ക് വേണ്ടിയിട്ട് ആരും എന്ത് ചെയ്യേണ്ട, KS റാങ്കറിന്റെ കോഴ്സുകൾ പർച്ചേസ് ചെയ്യേണ്ട, അത് നിങ്ങൾക്ക് ഫ്രീ ആണ് എന്നുള്ളത് അറിയിക്കുകയാണ്. സാധാരണ നിങ്ങൾ പർച്ചേസ് ചെയ്യണം എന്നാണ് പറയാറ്, ബട്ട് ഞങ്ങൾ പറയുന്നത് നിങ്ങൾ പർച്ചേസ് ചെയ്യേണ്ട ഫ്രീ ആയിട്ടാണ്. ഓക്കെ, സോ ഇൻ കേസ് നിങ്ങൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് റിട്ടേൺ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിക്കൊള്ളണം എന്നില്ല. അപ്പോൾ ഡെഫിനറ്റ്ലി നമ്മൾ ഓൾറെഡി അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു സെറ്റിംഗ്സിൽ 11,000 എന്ന് പറയുന്ന ഒരു പേയ്മെന്റ് ഗേറ്റ് അവിടെ നിൽക്കുന്നുണ്ട്. അപ്പം അത് നിങ്ങൾ എന്ത് ചെയ്യേണ്ട, പർച്ചേസ് ചെയ്യേണ്ട കാര്യമില്ല. അല്ലാതെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഫ്രീ ആയിട്ട് തന്നെ അത് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. ബട്ട് ഈ ഫ്രീ ആയിട്ടുള്ള ആ ഒരു പ്ലാറ്റ്ഫോമിലാണ്, അല്ലെങ്കിൽ ആ ഫ്രീ ആയിട്ടുള്ളതാണ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്നതെങ്കിൽ അതിന്റെ വാലിഡിറ്റി 1 day ആയിരിക്കും. അപ്പോൾ അത് നിങ്ങൾക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ ഈ ഒരു നമ്പറിലേക്ക് എന്ത് ചെയ്യണം, കോൺടാക്ട് ചെയ്യണം. ഓക്കെ, സോ ഇതൊക്കെ ഓൾറെഡി നമ്മൾ ടെക്നിക്കലി സെറ്റ് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്കത് മാറ്റം വരുത്താൻ പറ്റില്ല. നിങ്ങൾ ഈ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ വാലിഡിറ്റി നിങ്ങൾക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടുന്നതായിരിക്കും. അതിന്റെ പ്രൊസീജിയേഴ്സ് എന്താണെന്നുള്ളത് നിങ്ങളെ ഇൻഫോം ചെയ്യുന്നതായിരിക്കും. ഓക്കെ, so let's get into our discussion of the salient features of the Indian Constitution. നമ്മുടെ തേർഡ് മൊഡ്യൂളിലേക്ക്, നമ്മുടെ ഡിസ്കഷനിലേക്ക് നമ്മൾ കിടക്കുകയാണ്. അപ്പോൾ ഇതിന് മുമ്പുള്ള ക്ലാസ്സുകളൊക്കെ കണ്ടതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക, ഈ ഒരു മൊഡ്യൂളിന്റെ ഡിസ്കഷനിലേക്ക് നിങ്ങൾ എൻ്റർ ചെയ്യുക. കാരണം അവിടെ നിന്നുള്ള കണ്ടിന്യൂഷൻ ആയിട്ട് വരുന്ന കാര്യങ്ങളായിരിക്കും നമ്മൾ ഈ ഒരു മൊഡ്യൂളിൽ ഡിസ്കസ് ചെയ്യുന്നത്. അവിടെ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ് എന്നുണ്ടെങ്കിൽ പലതും നമ്മളിവിടെ സ്കിപ്പ് ചെയ്ത് പോകുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ സ്കിപ്പ് ചെയ്തു എന്ന് പറയരുത്. അത് ഓൾറെഡി മറ്റു ക്ലാസ്സുകൾ കവർ ചെയ്തത് കൊണ്ടും ആ ഏരിയ വീണ്ടും ഇവിടെ പറയുന്ന സമയത്ത് അത് റിപ്പീറ്റേഷൻ നമ്മുടെ ടൈം വേസ്റ്റ് ആവും. നമുക്ക് കൂടുതൽ കാര്യങ്ങൾ പഠിക്കുകയാണ് വേണ്ടത്. അതിലേക്കായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫോക്കസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ്. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ, വാട്ട് ഇസ് കോൺസ്റ്റിറ്റ്യൂഷൻ? ഇത് നമ്മൾ ഓൾറെഡി കുറെ തവണ പറഞ്ഞൊരു കാര്യമാണ്. കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണ്, കോൺസ്റ്റിറ്റ്യൂഷണലിസം എന്താണ്, സെപ്പറേഷൻ ഓഫ് പവർ എന്താണ്, ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ്. എന്നാലും ക്ലാസിന്റെ ആ ഒരു ഫ്ലോയ്ക്ക് വേണ്ടിയിട്ട് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ഇറ്റ് റെഫേഴ്സ് ടു എ സെറ്റ് ഓഫ് പ്രിൻസിപ്പിൾസ് outlining organization and functioning of the government, as well as the relationship between the government and the people. ഓക്കെ, സോ ഇത് ഞങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും എന്നാണ് വിചാരിക്കുന്നത്. നമ്മളൊരു ഡയഗ്രം ഒക്കെ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അല്ലേ? ഗവൺമെന്റ് ഉണ്ട്, അതുപോലെ തന്നെ പീപ്പിൾ അല്ലെങ്കിൽ പബ്ലിക് ഉണ്ട്. ഇവർ തമ്മിലൊരു റിലേഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതായത് ജനങ്ങളുണ്ട്, അതുപോലെ തന്നെ ഗവൺമെന്റ് ഉണ്ട്. ഇപ്പൊ ജനങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ഗവൺമെന്റിന് പവർ കൊടുക്കുന്നുണ്ട്, അധികാരം കൊടുക്കുന്നുണ്ട് ഭരണം നടത്തുന്നതിന് വേണ്ടിയിട്ട്. പകരം ഗവൺമെന്റ് ജനങ്ങൾക്ക് എന്ത് കൊടുക്കുന്നുണ്ട്, സെക്യൂരിറ്റി കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ സർവീസ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, സോ ഇങ്ങനെ ഒരു ഗിവ് ആൻഡ് ടേക്ക് പോളിസിയിലാണ് ഡെമോക്രാറ്റിക് സിസ്റ്റം ഫംഗ്ഷൻ ചെയ്യുന്നത്. ഈ ഒരു ഗിവ് ആൻഡ് ടേക്കിലാണ്. ജനങ്ങൾ ഗവൺമെന്റിന് പവർ കൊടുക്കുന്നു, ഗവൺമെന്റ് എന്ത് ചെയ്യണം, ജനങ്ങളെ സേവിക്കുകയും വേണം. അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു കോൺട്രാക്റ്റ് ആണ് അല്ലെ? ജനങ്ങൾ അധികാരം കൊടുക്കുന്നു, അധികാരം ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യണം, ജനങ്ങളെ സേവിക്കണം. അപ്പം ഇതിനെ നമുക്ക് പറയാം ഇതൊരു സോഷ്യൽ കോൺട്രാക്റ്റ് ആണ്. ഓക്കെ, സോ ഇന്ത്യൻ ഡെമോക്രസി അല്ലെങ്കിൽ ഡെമോക്രസി ഫംഗ്ഷൻ ചെയ്യുന്നത് ഒരു സോഷ്യൽ കോൺട്രാക്റ്റിന്റെ ബേസിലാണ്. ഇപ്പൊ നമുക്കറിയാം പലപ്പോഴും UPSC എക്സാമിനേഷൻ, അതുപോലെ തന്നെ KS എക്സാമിനേഷൻ, PSC എക്സാമിനേഷനിലൊക്കെ ഇത്തരത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഔട്ട് ഓഫ് ദ ബോക്സ് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പം ഈ ഒരു ഡെമോക്രസിയെയും സോഷ്യൽ കോൺട്രാക്റ്റിനെയും അതുപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷണലിസത്തിനെയൊക്കെ കണക്ട് ചെയ്തിട്ട് ഒരു ഔട്ട് ഓഫ് ദ ബോക്സ് ചോദ്യം വരികയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റണം. അതുകൊണ്ടാണ് ഈ ഒരു കാര്യം ഇവിടെ ഡിസ്കസ് ചെയ്തത്. ഇതിന്റെ ഡീറ്റെയിൽസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. ഓക്കെ, സോ അതിലേക്ക് നമ്മൾ പോകുന്നില്ല. ഇനി നമുക്ക് സീരിയസ് ആയിട്ട് ഡിസ്കസ് ചെയ്യേണ്ടത് ദ സാലിയന്റ് ഫീച്ചേഴ്സ് ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന് ചില സാലിയന്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഉണ്ട്. അതെന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതിൽ ഏറ്റവും ഫസ്റ്റ് പ്രധാനപ്പെട്ടത് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ദ ലെങ്തിയസ്റ്റ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ. Okay, it is the lengthiest written constitution.
എഴുതപ്പെട്ട അല്ലെങ്കിൽ രേഖപ്പെടുത്തപ്പെട്ട ഭരണഘടനകളിൽ ഏറ്റവും വലുതാണ്. അതാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഇതിന് തൊട്ടുമ്പത്തെ ക്ലാസ്സിൽ റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ, അൺറിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ, ഫ്ലെക്സിബിൾ കോൺസ്റ്റിറ്റ്യൂഷൻ, റിജിഡ് കോൺസ്റ്റിറ്റ്യൂഷൻ, ഇതൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ഓക്കെ, സോ അതിലേക്ക് നമ്മൾ കിടക്കുന്നില്ല. സോ ഇവിടെ നമ്മൾ അറിയേണ്ടത് വൈ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇസ് ദി ലെങ്തിയസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ. എന്തുകൊണ്ട് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ലെങ്തിയസ്റ്റ് ആയി? ഓക്കെ, അതിന് പ്രധാനപ്പെട്ട 3 കാരണങ്ങളുണ്ട്. അതൊന്ന് പഠിച്ചു വെക്കണം. അതിൽ ഫസ്റ്റ് വരുന്നത് ഡൈവേഴ്സിറ്റി ആൻഡ് വാസ്റ്റ്നെസ് ഓഫ് ഇന്ത്യ എന്നുള്ളതാണ്. ഓക്കെ, സോ ഇവിടെ ഡൈവേഴ്സിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അതായത് ഇന്ത്യയിലെ വൈവിധ്യം. ഏതൊക്കെ തരത്തിലാണ് ഇന്ത്യയിലെ വൈവിധ്യം ഉള്ളത്? സോ ഡെഫിനറ്റ്ലി ലാംഗ്വേജ് വരുന്നുണ്ട്, അല്ലെ? ലാംഗ്വേജിന്റെ ഡൈവേഴ്സിറ്റി വരുന്നുണ്ട്. ഇപ്പൊ നമ്മൾ സൗത്ത് ഇന്ത്യ മാത്രം എടുത്തു കഴിഞ്ഞാൽ, പ്രധാനപ്പെട്ട ഭാഷകൾ മാത്രം എടുത്തു കഴിഞ്ഞാൽ മലയാളം, തമിഴ്, കന്നഡ, തെലുങ്ക്, ഇത്രത്തോളം പ്രധാനപ്പെട്ട 4 ഭാഷകൾ വരുന്നുണ്ട്. ഇനി ഇതല്ലാതെ ധാരാളം ഉപഭാഷകൾ വരുന്നുണ്ട്. കൊങ്ങിണി, അതുപോലെ തുളു ഭാഷ വരുന്നുണ്ട്. സോ ഇങ്ങനെ ഒരുപാട് മറ്റ് അനേകം അപ്രധാനമായിട്ടുള്ള ഭാഷകളും കൂടെ, ഞാൻ അപ്രധാനം എന്ന് പറഞ്ഞത് കൂടുതൽ ജനങ്ങൾ സംസാരിക്കുന്നില്ല എന്നുള്ള അർത്ഥത്തിനും അതുപോലെ തന്നെ നമ്മളെ ഷെഡ്യൂളിൽ മെൻഷൻ ചെയ്യാത്ത ലാംഗ്വേജ് എന്നുള്ള അർത്ഥത്തിലാണ്. ഓക്കെ, നമ്മുടെ ഷെഡ്യൂളിൽ മെൻഷൻ ചെയ്ത 22 ലാംഗ്വേജുകളെ പ്രധാനം എന്നുള്ള അർത്ഥത്തിൽ എടുത്തതാണ്. മറ്റു ഭാഷകളും തീർച്ചയായിട്ടും പ്രധാനപ്പെട്ട ഭാഷകൾ തന്നെയാണ്. അത് ഒരാൾ സംസാരിക്കുന്ന ഭാഷയായിരുന്നാൽ പോലും ആ ഭാഷ തീർച്ചയായിട്ടും പ്രധാനപ്പെട്ടത് തന്നെയാണ്. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലെ ഫണ്ടമെന്റൽ റൈറ്റ്സ് വരുന്നുണ്ട്, 29 and 30 വരുന്നുണ്ട്. ഓക്കെ, സോ പ്രൊട്ടക്ടിങ് ദി മൈനോറിറ്റി. സോ ഇവിടെ എന്ത് വരുന്നുണ്ട്? നമ്മുടെ ഭാഷ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രൊവിഷനും കൂടെ വരുന്നുണ്ട്. ഓക്കെ, നമ്മുടെ ലാംഗ്വേജും കൂടെ എന്ത് ചെയ്യണം? പ്രൊട്ടക്ട് ചെയ്യപ്പെടണം. അതും നമ്മുടെ ഒരു സമ്പത്താണ്, അത് നമ്മുടെ ഒരു കൾച്ചറൽ ഹെറിറ്റേജ് ആണ്. ഓക്കെ, അപ്പൊ ലാംഗ്വേജ് വരുന്നുണ്ട്. ഇനി ഡിഫറെന്റ് കമ്മ്യൂണിറ്റീസ് വരുന്നുണ്ട്, SC വരുന്നുണ്ട്, ST വരുന്നുണ്ട്, ബാക്ക്വേർഡ് ക്ലാസ് വരുന്നുണ്ട്. ഓക്കെ, സോ ഇങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള ക്ലാസ്സുകൾ വരുന്നുണ്ട്. അപ്പം ഇവർക്കൊക്കെ വേണ്ടിയിട്ട് എന്ത് വരുന്നുണ്ട്? ഡിഫറെന്റ് പ്രൊവിഷൻ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലുണ്ട്. അതായത് നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റ്. ഓക്കെ, നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റ് വരുന്നുണ്ട്, നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് ട്രൈബ്സ് വരുന്നുണ്ട്, നാഷണൽ കമ്മീഷൻ ഫോർ ബാക്ക്വേർഡ് ക്ലാസ് വരുന്നുണ്ട്. ഓക്കെ, സോ ഇതൊക്കെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് ആണ്. അപ്പൊ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് ആണ് എന്ന് പറയുമ്പോൾ ഇവർക്കൊക്കെ വേണ്ടിയിട്ട് കോൺസ്റ്റിറ്റ്യൂഷനിൽ പ്രൊവിഷൻസ് ഉണ്ട് എന്നല്ലേ അതിന്റെ അർത്ഥം. അപ്പൊ ഇതെല്ലാം ആഡ് ചെയ്യുന്ന സമയത്ത് ഡെഫിനറ്റ്ലി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ത് ചെയ്യും? ബൾക്കി ആയിട്ട് മാറും. ഇറ്റ് വിൽ ബിക്കം ബൾക്കിയസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ. കാരണം ഓരോന്നും വളരെ കൃത്യമായിട്ട് അതിൽ എന്ത് ചെയ്തിട്ടുണ്ട്? പറഞ്ഞിട്ടുണ്ട്. അപ്പം ഈ പറയുന്ന സെക്ഷൻ വൈസ് ആയിട്ടുള്ള നമ്മുടെ ഡൈവേഴ്സിറ്റിയും എന്ത് ചെയ്യുന്നുണ്ട്? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ബൾക്കിനെസ്സിന് ഒരു കാരണമായിട്ട് മാറുന്നുണ്ട്. ഓക്കെ, അടുത്തത് വാസ്റ്റ്നെസ് ഓഫ് ദി ഇന്ത്യ. ഇവിടെ വാസ്റ്റ്നെസ് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് നമ്മുടെ പോപ്പുലേഷൻ ഡൈവേഴ്സിറ്റി തന്നെയാണ്. ഓക്കെ, അല്ലാതെ ഒരിക്കലും ജോഗ്രഫിക്കൽ വാസ്റ്റ്നെസ് അല്ല. ഓക്കെ, ജോഗ്രഫിക്കൽ വാസ്റ്റ്നെസ് അല്ല. നമ്മുടെ ഇന്ത്യ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങ് കാശ്മീർ മുതൽ കന്യാകുമാരി വരെയും ഗുജറാത്ത് മുതൽ അരുണാചൽ പ്രദേശ് വരെയും നിൽക്കുന്ന ഏറ്റവും വാസ്റ്റ് ആയിട്ടുള്ള ഒരു രാജ്യമാണ്. ഓക്കെ, ഇപ്പം വാസ്റ്റ് ആയിട്ടുള്ള രാജ്യമാണെന്ന് പറഞ്ഞ സമയത്ത് ജസ്റ്റ് നിങ്ങളുടെ അടുത്തൊരു ചോദ്യം, ഇപ്പം ഇന്ത്യയെ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യ ലോകത്തെ എത്രാമത്തെ വലിയ രാജ്യമാണ്? ഓക്കെ, സോ അറിയാതെ ഞാൻ ഇവിടെ എഴുതിപ്പോയി. എനിവേ, ലൈക്ക് എത്രാമത്തെ വലിയ രാജ്യമാണ്? അത് ജസ്റ്റ് നിങ്ങളൊന്ന് കമന്റ് ചെയ്യാം. ഇന്ത്യ എന്ന് പറയുന്നത് ലോകത്തെ എത്രാമത്തെ വലിയ രാജ്യമാണ്? ഓക്കെ, ബട്ട് ആ ഒരു ജോഗ്രഫിക്കൽ വാസ്റ്റ്നെസ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ലെങ്ത്തിനെ ഒരു തരത്തിലും ബാധിച്ചിട്ടില്ല. നമ്മുടെ ഡൈവേഴ്സിറ്റിയും ആ ഡൈവേഴ്സിറ്റിയായിട്ട് ബന്ധപ്പെട്ട് വരുന്ന വാസ്റ്റ്നെസ്, ഓക്കെ, അതാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഒരിക്കലും ജോഗ്രഫിക്കൽ വാസ്റ്റ്നെസ് അല്ല എന്നുള്ളത് ആലോചിക്കുക. അതായത് ഇന്ത്യയുടെ ജോഗ്രഫി അല്ലെങ്കിൽ ഇന്ത്യയുടെ ഭൂപ്രദേശം എന്ന് പറയുന്നത് കുറച്ചും കൂടെ വലുതായിരുന്നെങ്കിൽ, ഈവൻ പാകിസ്ഥാനും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ചിലപ്പം ഒരുപാട് വലുതാവാനുള്ള സാധ്യത ഇല്ല. ഓക്കെ, എന്നാൽ ഈ ജോഗ്രഫിക്കൽ വാസ്റ്റ്നെസ്സിലേക്ക് ഇവിടെ ഒരു കാര്യം കൂടെ ഇൻക്ലൂഡഡ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ജോഗ്രഫിക്കൽ വാസ്റ്റ്നെസ് എന്നുള്ള അർത്ഥത്തിലല്ല, വാസ്റ്റ്നെസ് എന്ന അർത്ഥത്തിലേക്ക് വരുന്ന സമയത്ത് ഈ പറയുന്ന ഷെഡ്യൂൾഡ് ട്രൈബ്സ് വരുന്ന ഏരിയാസ് ഉണ്ട്. അതുപോലെ തന്നെ ചില സ്പെഷ്യൽ കാറ്റഗറി സ്റ്റേറ്റ്സ് ഉണ്ട്. ഓക്കെ, എസ്പെഷ്യലി ആർട്ടിക്കിൾ 371 വരുന്ന സമയത്ത് സ്പെഷ്യൽ കാറ്റഗറി സ്റ്റാറ്റസ് പ്രൊഡ്യൂസ് അല്ലെങ്കിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മുടെ വാസ്റ്റ്നെസ് അല്ലെങ്കിൽ ഈ പറയുന്ന ലെങ്ത്നെസ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷന് കാരണമായിട്ടുണ്ട്. എന്നാൽ അതല്ലാതെ എന്ത് ചെയ്തിട്ടില്ല? ജോഗ്രഫിക്കൽ വാസ്റ്റ്നെസ് ഒരിക്കലും നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ലെങ്ത്നെസ്സിലേക്ക് കാരണമായിട്ടില്ല. ഓക്കെ, സോ ഈ ഒരു പോയിന്റ് കൂടെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പൊ ഡിഫറെന്റ് സ്റ്റേറ്റുകൾ വരുന്ന സമയത്ത് ഇതിന്റെ വാസ്റ്റ്നെസ് കൂടുന്നില്ല. അപ്പൊ ജോഗ്രഫിക്കൽ സ്പ്രെഡ് കൂടുമ്പോൾ വാസ്റ്റ്നെസ് കൂടില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. ഈ ഒരു ഡൈവേഴ്സിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡൈവേഴ്സിറ്റിയിൽ വരുന്ന അടുത്തൊരു ഫാക്ടറാണ് റിച്ച് ആൻഡ് പുവർ. റിച്ച് ആൻഡ് പുവർ. അപ്പം എന്തുകൊണ്ടാണ് ഇവിടെ സ്പെഷ്യൽ കാറ്റഗറി സ്റ്റാറ്റസ് പ്രൊവൈഡ് ചെയ്തത്? കാരണം ചില സംസ്ഥാനങ്ങൾ റിച്ച് ആണ്, ചില സംസ്ഥാനങ്ങൾ പുവർ ആണ്. അല്ലാതെ അത് ജോഗ്രഫിയുടെ അടിസ്ഥാനത്തിൽ കൊടുത്തിട്ടുള്ള ഒരു ക്രൈറ്റീരിയ അല്ല ഈ ആർട്ടിക്കിൾ 371 അല്ലെങ്കിൽ ആർട്ടിക്കിൾ 370. ഓക്കെ, ഇത് നമ്മൾ അബ്രോഗേറ്റ് ചെയ്തു, റിമൂവ് ചെയ്തു. ബട്ട് എനിവേ ആർട്ടിക്കിൾ 370 ഇതൊന്നും എന്തല്ല, ജോഗ്രഫിയുടെ അടിസ്ഥാനത്തിൽ കൊടുത്തതല്ല, മറിച്ച് റിച്ച് ആൻഡ് പുവർ ആണ്. ചില സംസ്ഥാനങ്ങൾ എന്താണ്, അത് ലൈക്ക്
ഫോർവേഡ് ആണ്, ചിലത് എന്താണ് ബാക്ക്വേർഡ് ആണ്, ഏറ്റവും പൂർ ആയിട്ടുള്ള സംസ്ഥാനങ്ങളാണ്, അവിടെ പോവേർട്ടി ഒക്കെ വളരെ കൂടുതലാണ്, സെക്യൂരിറ്റി ത്രെട്ട് ഉണ്ട്. അപ്പോൾ അതിന്റെ ഒക്കെ അടിസ്ഥാനത്തിലാണ് നമ്മൾ അവർക്ക് എന്ത് ചെയ്യുന്നത്, സ്പെഷ്യൽ കാറ്റഗറി സ്റ്റാറ്റസ് കൊടുക്കുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള പ്രൊവിഷൻസ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ആഡ് ചെയ്തിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാം. ഓക്കെ, എനിവേ ജോഗ്രഫിക്കൽ ഫാക്ടർ അതിലൊരു ഫാക്ടറായിട്ട് വരുന്നില്ല എന്നത് മാത്രം വളരെ കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. then അടുത്തൊരു ഫാക്ടറാണ് ഹിസ്റ്റോറിക്കൽ ഫാക്ടർ എന്ന് പറയുന്നത്. ഇത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ള ഫസ്റ്റ് മൊഡ്യൂൾ, അതിന്റെ 2 ക്ലാസ്സുകൾ അതാണ് ഇവിടെ മെൻഷൻ ചെയ്യുന്നത്, ഹിസ്റ്റോറിക്കൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്കറിയാം ഹിസ്റ്റോറിക്കൽ ഫാക്ടേഴ്സ് ബ്രിട്ടീഷ് റൂളിന്റെ അണ്ടറിലായിരുന്ന സമയത്ത് ആദ്യം എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ റൂൾ വരുന്നുണ്ട്. പിന്നീട് എന്ത് ചെയ്യുന്നുണ്ട്, 1857 റിവോൾട്ടിന് ശേഷം ബ്രിട്ടീഷ് ക്രൗണിന്റെ അണ്ടറിൽ ബ്രിട്ടീഷ് റൂൾ ഇന്ത്യയിൽ നടപ്പാകുന്നുണ്ട്. ഓക്കെ, സോ ഈ 2 കാലഘട്ടങ്ങളിലായിക്കൊണ്ട് വിവിധങ്ങളായിട്ടുള്ള ആക്ടുകൾ, ഓക്കെ, സോ 1773 മുതൽ 1935 വരെ ഒരുപാട് ആക്ടുകളിലൂടെ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ കടന്നു വന്നിട്ടുണ്ട്. അങ്ങനെ ഫൈനലി ഈ 1935 ആക്ട് ആണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ സ്ട്രക്ചറൽ ഫ്രെയിംവർക്ക് ആയിട്ട് നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നത്. ഈ ഒരു സ്ട്രക്ചറിലേക്ക് ഫർദർ ഫീച്ചേഴ്സ് ആഡ് ചെയ്തിട്ടാണ് നമ്മൾ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ മേക്ക് ചെയ്തിരിക്കുന്നത്. അപ്പൊ അങ്ങനെ കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഹിസ്റ്റോറിക്കൽ ഫാക്ടേഴ്സും എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ലെങ്ത്തിന് ഒരു കാരണമായിട്ട് മാറിയിട്ടുണ്ട്. ദെൻ അടുത്തത് ലീഗൽ എക്സ്പെർട്ടീസ് ഇൻ ദി കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി. ഓക്കെ, ഇപ്പൊ ലീഗൽ എക്സ്പെർട്ടീസ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ മേക്കിങ്ങിലെ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിൽ ഒരുപാട് ലീഗൽ ലുമിനറീസ് ഉണ്ടായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ലീഗൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് തന്നെ നോക്കിയാൽ അറിയാം, നമ്മുടെ ഏറ്റവും ഫോർമോസ്റ്റ് ലീഡേഴ്സ് ആയിട്ടുള്ള മഹാത്മാഗാന്ധി മുതൽ BR അംബേദ്കർ വരെ ലീഗൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആൾക്കാരാണ്. ഓക്കെ, ഇനി ഇത്തരത്തിൽ ഡയറക്റ്റ് ലീഗൽ ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ പോലും അഡ്മിനിസ്ട്രേറ്റീവ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആൾക്കാരും വരുന്നുണ്ട്. ഓക്കെ, സുരേന്ദ്രനാഥ് ബാനർജി, സുഭാഷ് ചന്ദ്രബോസ്, ഓക്കെ, ഇവരൊക്കെ സിവിൽ സർവീസ് എക്സാമിനേഷന് ക്ലിയർ ചെയ്ത അല്ലെങ്കിൽ സിവിൽ സർവീസ് എക്സാമിന് അറ്റംപ്റ്റ് കൊടുത്തിട്ടുള്ള ആൾക്കാരാണ്. അപ്പൊ തീർച്ചയായിട്ടും അഡ്മിനിസ്ട്രേറ്റീവ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആൾക്കാരും വരുന്നുണ്ട്. ഓക്കെ, സോ ഇവര് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ മേക്കിങ്ങിന് പാർട്ടിസിപ്പേറ്റ് ചെയ്തു എന്നല്ല, ഇവർ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടില്ല. ബട്ട് ഈ പറയുന്ന ആളുകളുടെ മുഴുവൻ വ്യൂ അതെന്ത് ചെയ്തിട്ടുണ്ട്, ഇന്ത്യൻ നാഷണൽ മൂവ്മെന്റിനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. ആ ഇന്ത്യൻ നാഷണൽ മൂവ്മെന്റ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഹിസ്റ്റോറിക്കൽ ഫാക്ടേഴ്സ് ആണ്. ഓക്കെ, ഹിസ്റ്റോറിക്കൽ ഫാക്ടേഴ്സ് ആണ്. കാരണം എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ അതൊരു ഹിസ്റ്ററി ആണ് അല്ലെ, ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ വരുന്നുണ്ട്. ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ വന്ന സമയത്ത് അതിൽ സോഷ്യോ എക്കണോമിക് പൊളിറ്റിക്കൽ ജസ്റ്റിസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സോ അത് ആര് പറയുന്നതാണ്, ഇത്തരത്തിലുള്ള ലീഗൽ ലുമിനറീസ് ആയിട്ടുള്ള നമ്മുടെ ഇന്ത്യൻ നാഷണൽ മൂവ്മെന്റിനെ ലീഡ് ചെയ്തിട്ടുള്ള നേതാക്കൾ പറഞ്ഞിട്ടുള്ളതാണ്, എല്ലാവർക്കും സോഷ്യോ എക്കണോമിക് പൊളിറ്റിക്കൽ ജസ്റ്റിസ് കൊടുക്കണം. അത് ഹിസ്റ്റോറിക്കൽ ഫാക്ടറിൽ വരുന്നതാണ്. ഓക്കെ, സോ നമ്മുടെ ലീഗൽ എക്സ്പെർട്ടീസ്, അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെർട്ടീസ്, ഓക്കെ, ഇതെല്ലാം എന്തിലേക്ക് ലീഡ് ചെയ്തിട്ടുണ്ട്, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ബൾക്കിനെസ്സിന് കാരണമായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, സോ ഒരുപാട് പോയിന്റ്സ് പറഞ്ഞിട്ടുണ്ട്, എല്ലാം കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അടുത്തത് സോഴ്സ് ഓഫ് പ്രൊവിഷൻസ് അല്ല, സോഴ്സ് ഓഫ് പവർ ആണ്. ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഗവൺമെന്റിന് പവർ കിട്ടുന്നത് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. കോൺസ്റ്റിറ്റ്യൂഷന്റെ അടിസ്ഥാനത്തിലാണ് ഗവൺമെന്റിന് ജനങ്ങൾ എന്ത് കൊടുക്കുന്നത്, പവർ കൊടുക്കുന്നത്. ഓക്കെ, സോ അത് ഓൾറെഡി നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തതാണ്, സോഷ്യൽ കോൺട്രാക്ട് ഒക്കെ ഓൾറെഡി ഡിസ്കസ് ചെയ്തു, അതുകൊണ്ട് ഇത് നമ്മൾ സ്കിപ്പ് ചെയ്യാണ്. അടുത്തത് ഫെഡറൽ സിസ്റ്റം വിത്ത് യൂണിറ്ററി ബയാസ്. ഓക്കെ, നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ആർട്ടിക്കിൾ 1 to 4 നിങ്ങൾ എടുത്ത് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ അവിടെയാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ജോഗ്രഫിക്കൽ ടെറിട്ടറീസിനെ കുറിച്ച് ഡിഫൈൻ ചെയ്യുന്നത്, സ്റ്റേറ്റിനെ കുറിച്ചിട്ടും അതുപോലെ തന്നെ യൂണിയൻ സ്റ്റേറ്റ്സിനെ കുറിച്ചിട്ടും അതുപോലെ തന്നെ ഇന്ത്യൻ യൂണിയനെ കുറിച്ചൊക്കെ മെൻഷൻ ചെയ്യുന്നത്. അപ്പൊ ഇവിടെ മെൻഷൻ ചെയ്യുന്ന കാര്യം എന്താണ്, ഇന്ത്യ അല്ലെങ്കിൽ ഭാരത് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ് ആണ്, യൂണിയൻ ഓഫ് സ്റ്റേറ്റ് ആണ്. ഓക്കെ, സോ ഈ ഒരു പറയുന്ന ഫെഡറൽ സിസ്റ്റം എന്താണെന്നുള്ളത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് അല്ലെ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്തെന്ന് പറയുന്നത്, ഇൻഡിസ്ട്രക്റ്റിബിൾ യൂണിയൻ വിത്ത് ഡിസ്ട്രക്റ്റിബിൾ സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഡിസ്ട്രക്റ്റിബിൾ സ്റ്റേറ്റ് എന്ന് പറയുന്നത് എക്സാമ്പിൾ ആയിട്ട് ആന്ധ്രാപ്രദേശിന്റെ കാര്യമൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ അതൊന്ന് ഓർത്ത് വെക്കുക. അപ്പൊ നമുക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള സ്റ്റേറ്റുകൾ ഉണ്ട്. ഓക്കെ, നമുക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള സംസ്ഥാനങ്ങളുണ്ട്. എന്നാൽ നമ്മൾ അമേരിക്കയെ പോലെ ഒരു ഫെഡറൽ സിസ്റ്റം അല്ല നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഓക്കെ, മറിച്ച് യൂണിറ്ററി സിസ്റ്റം ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സെൻട്രൽ ഗവൺമെന്റിനാണ് കൂടുതൽ പവർ ഉള്ളത്. സെൻട്രൽ ഗവൺമെന്റിനാണ് കൂടുതൽ പവറും അധികാരവും ഉള്ളത്. സെൻട്രൽ ഗവൺമെന്റ് ഈ സംസ്ഥാനങ്ങൾ മുഴുവൻ എന്ത് ചെയ്യുന്നുണ്ട്, ചേർത്ത് പിടിക്കുന്നുണ്ട്. ഓക്കെ, സോ അതും കൂടെ ഓർത്ത് വെക്കുക. അടുത്തതാണ് റിജിഡിറ്റി ആൻഡ് ഫ്ലെക്സിബിലിറ്റി. ഇത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ് കോൺസ്റ്റിറ്റ്യൂഷന്റെ ഫീച്ചേഴ്സ് പറഞ്ഞ സമയത്ത്. റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണ്, അൺറിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണ്, റിജിഡിറ്റി എന്താണ്, ഫ്ലെക്സിബിലിറ്റി എന്താണെന്നുള്ളത് ഓൾറെഡി ഡിസ്കസ് ചെയ്തു, അതുകൊണ്ട് നമ്മളത് സ്കിപ്പ് ചെയ്യണം. പാർലമെന്ററി ഫോം ഓഫ് ഗവൺമെന്റ്.
ഓക്കെ, നമ്മൾ ഫോളോ ചെയ്യുന്നത് ഒരു പാർലമെന്ററി ഫോം ഓഫ് ഗവൺമെന്റ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ജനങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, അവരെ ഭരിക്കേണ്ട ആളുകളെ എലക്ട് ചെയ്യും. ഇതൊരു പക്ഷേ ഡയറക്റ്റ് ഇലക്ഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ഇലക്ഷൻ ആയിരിക്കാം. ഞാൻ ഇൻഡയറക്റ്റ് എന്ന് പറയാൻ കാരണം എന്താണ്, ലോക്സഭയിലേക്കുള്ള മെമ്പേഴ്സിനെ നമ്മൾ ഡയറക്ട്ലി എലക്ട് ചെയ്യും, എന്നാൽ രാജ്യസഭയിലേക്കുള്ള മെമ്പേഴ്സിനെ നമ്മൾ ഇൻഡയറക്ട്ലി ആണ് എലക്ട് ചെയ്യുന്നത്. കാരണം ഇത് എലക്ട് ചെയ്യുന്നത് ആരാണ്, സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് നമ്മൾ എലക്ട് ചെയ്ത മെമ്പേഴ്സ് ആണ് രാജ്യസഭയിലേക്കുള്ള ആളുകൾ എന്ത് ചെയ്യുന്നത്, എലക്ട് ചെയ്യുന്നത്. അപ്പം രാജ്യസഭയിൽ നിന്നുള്ള ആളുകൾക്കും എന്ത് ചെയ്യാം, മിനിസ്റ്റർ ആവാൻ വേണ്ടിയിട്ട് പറ്റും. ഈവൻ പ്രൈം മിനിസ്റ്റർ വേണമെങ്കിലും ആവാം. ലോക്സഭയിൽ നിന്നുള്ള ആളുകൾക്കും എന്ത് ചെയ്യാം, മിനിസ്റ്റർ ആവാം അല്ലെങ്കിൽ പ്രൈം മിനിസ്റ്റർ ആവാം. അപ്പൊ നമ്മളെ ഭരിക്കുന്ന ആളുകൾ എന്ത് ചെയ്യാം, രാജ്യസഭയിൽ നിന്നോ ലോകസഭയിൽ നിന്നോ ആവാം. അതുകൊണ്ടാണ് ലോക്സഭ ഡയറക്റ്റ് ഇലക്ഷൻ ആണെങ്കിൽ രാജ്യസഭ ഇൻഡയറക്റ്റ് ഇലക്ഷൻ ആണ് എന്ന് ഞാൻ പറയാൻ കാരണം. ഓക്കെ, സോ ഇങ്ങനെ രാജ്യസഭയിൽ നിന്ന് പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള ആളാണ് ആരെന്ന് പറയുന്നത്, മൻമോഹൻ സിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഡയറക്ട്ലി അല്ലെങ്കിൽ ഇൻഡയറക്ട്ലിയോ ഈ പാർലമെന്റിന്റെ ഭാഗമായിട്ട് മാറുന്ന ആർക്കും എന്ത് ചെയ്യാം, പ്രൈം മിനിസ്റ്റേഴ്സ് ആയിട്ട് അല്ലെങ്കിൽ മിനിസ്റ്റേഴ്സ് ആയിട്ട് മാറാം. ഓക്കെ, അപ്പൊ ഇത്തരത്തില് നമുക്കൊരു പാർലമെന്റ് ഉണ്ട്, അതിന് രണ്ട് സഭകളുണ്ട്, ലോകസഭയും രാജ്യസഭയും. അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ഭരണം നടക്കുന്നത്. പാർലമെന്ററി ഫോം ഓഫ് ഗവൺമെന്റ് ആണ് നമുക്കുള്ളത്. ഓക്കെ, സോ അതും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ദെൻ അടുത്തൊരു കാര്യം, ഫീച്ചേഴ്സ്. ഓക്കെ, നമ്മൾ അത് കണ്ടിന്യൂ ചെയ്യാണ്. അതിന് അടുത്ത കാര്യം എന്ന് പറയുന്നത് ഇറ്റ് ഇസ് സിന്തസിസ് ഓഫ് പാർലമെന്ററി സോവറിനിറ്റി ആൻഡ് ജുഡീഷ്യൽ സുപ്രീമസി. നമ്മൾ പറഞ്ഞു സോവറിനിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വതന്ത്രമായിട്ട് കാര്യങ്ങൾ തീരുമാനിക്കാൻ പറ്റുന്ന, പുറത്തുനിന്നുള്ള കാര്യങ്ങളൊന്നും എന്ത് ചെയ്യുന്നില്ല, ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ല. ഓക്കെ, അത്തരത്തിലുള്ള ഒന്നിനെയാണ് നമ്മൾ സോവറിൻ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് പാർലമെന്ററി സോവറിനിറ്റി ഉണ്ട്, സ്വയം തീരുമാനമെടുക്കാനുള്ള സ്വയം ഭരണ അവകാശം എന്തുണ്ട്, നമ്മുടെ പാർലമെന്റിനുണ്ട്. ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ട് എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നത്, പാർലമെന്റിന്റെ മുകളിൽ ഒന്നുമില്ല. ഓക്കെ, പാർലമെന്റിന് മുകളിൽ ഒന്നുമില്ല. പാർലമെന്റ് എടുക്കുന്ന തീരുമാനങ്ങൾക്കനുസരിച്ചിട്ടാണ് മുഴുവൻ കാര്യങ്ങൾ, അതിപ്പോ ഗവൺമെന്റ് ആയിക്കോട്ടെ, ജുഡീഷ്യറി ആയിക്കോട്ടെ, അതല്ലെങ്കിൽ നമ്മുടെ സിവിൽ സർവീസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷൻ ആയിക്കോട്ടെ, സംസ്ഥാനങ്ങളായിക്കോട്ടെ, എല്ലാം അബിഡ് ബൈ ഓർ ദേ ആർ ഫോളോയിങ് ദ പാർലമെന്ററി റൂൾ ഓർ ലോ. ഓക്കെ, ഓർ ആക്ട്. ഓക്കെ, പാർലമെന്റിന്റെ കേസിലാകുന്ന സമയത്ത് ലോ എന്നാണ് പറയാം, ഓർ ലൈക്ക് ആക്ട്. അപ്പൊ അതെന്ത് ചെയ്യുന്നുണ്ട്, ഫോളോ ചെയ്യുന്നുണ്ട്. എന്നാൽ പാർലമെന്റിന് മുകളിൽ നിൽക്കുന്ന ഒരു കാര്യമുണ്ട്, അതാണ് കോൺസ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, അതാണ് കോൺസ്റ്റിറ്റ്യൂഷൻ. കാരണം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾക്ക് ഒരു ചാർട്ടൊക്കെ വരച്ച് തന്നിട്ടുണ്ടായിരുന്നു അല്ലെ, ഒരു ട്രയാങ്കിൾ ഒക്കെ വരച്ചിട്ട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വരുന്നുണ്ട്, അത് കഴിഞ്ഞിട്ട് എന്ത് വരുന്നുണ്ട്, ഓർഡിനൻസ് വരുന്നുണ്ട്. ഓക്കെ, ദെൻ ലൈക്ക് എന്ത് വരുന്നുണ്ട്, സ്റ്റേറ്റ് ലോസ് വരുന്നുണ്ട്, സെൻട്രൽ ലോസ് വരുന്നുണ്ട്, കോൺസ്റ്റിറ്റ്യൂഷൻ വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ ലൈക്ക് ബൈലോസും കൂടെ ഉണ്ട്. ഓക്കെ, സോ അങ്ങനെ ഏറ്റവും ടോപ്പിലാണ് കോൺസ്റ്റിറ്റ്യൂഷന്റെ പ്രൊവിഷൻ എന്നുള്ളതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം കോൺസ്റ്റിറ്റ്യൂഷൻ സ്റ്റാൻഡ്സ് എബവ് ഓൾ, അതിന് താഴെയാണ് സെൻട്രൽ ലോ വരുന്നത്. എന്നാലും ഈ സെൻട്രൽ ലോയുടെ താഴെയാണ് ബാക്കിയെല്ലാം വരുന്നത് അല്ലെ, സ്റ്റേറ്റ് ലോ ആയാലും ഓർഡിനൻസ് ആയാലും റൂൾസ് ആൻഡ് റെഗുലേഷൻ ആയാലും ബൈലോ ആയാലും എല്ലാം ഇതിന് താഴെയാണ്. അപ്പൊ കുറച്ചുകൂടെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പാർലമെന്ററി സോവറിനിറ്റി ഉണ്ട്, അതായത് പുതിയ നിയമനിർമ്മാണം നടത്തുമ്പോൾ എല്ലാം എന്താണ്, ഈ പറയുന്ന സെൻട്രൽ ലോയ്ക്ക് താഴെയാണ് വരുന്നത്. ഓക്കെ, ഇനി കുറച്ചുകൂടെ കഴിയുന്ന സമയത്ത് നമ്മൾ പഠിക്കും പാർലമെന്റിന് എന്ത് ചെയ്യാം, സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ വിഷയങ്ങളിൽ പോലും നിയമനിർമ്മാണം നടത്താം എന്ന് നമ്മൾ പഠിക്കും. ഓക്കെ, ആർട്ടിക്കിൾ 251, 249, അതുപോലെ ലൈക്ക് ഇതൊക്കെ നമ്മൾ ഇവിടെ പഠിക്കും. ഓക്കെ, 252 എമർജൻസിയുടെ സമയത്തൊക്കെ എന്ത് ചെയ്യാം എന്നുള്ളതൊക്കെ നമ്മൾ പഠിക്കും. ഓരോ ആർട്ടിക്കിൾസ് വെച്ചിട്ട് തന്നെ പഠിക്കും. അപ്പൊ എന്ത് ചെയ്യേണ്ട, ഒരുപാട് ചിന്തിക്കേണ്ട, ഈ ഒരു കാര്യം മാത്രം ഒന്ന് ഓർത്ത് വെക്കാം. അതിനടുത്തത് ജുഡീഷ്യൽ സുപ്രീമസി. എന്ന് വെച്ച് കഴിഞ്ഞാൽ അൾട്ടിമേറ്റ് തീരുമാനം അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷനെ ഇന്റർപ്രറ്റ് ചെയ്യുന്നത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ജുഡീഷ്യറിയാണ്. അതുകൊണ്ട് അൾട്ടിമേറ്റ് സുപ്രീമസി കിടക്കുന്നത് ജുഡീഷ്യറിയുടെ അടുത്താണ് എന്ന് പറയേണ്ടി വരും. കാരണം ഇപ്പൊ നമുക്കറിയാം ജുഡീഷ്യറിയിലേക്കുള്ള അപ്പോയിന്റ്മെന്റ് തീരുമാനിക്കുന്നതിന് വേണ്ടി പാർലമെന്റ് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു നിയമം അല്ലെങ്കിൽ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് കൊണ്ടുവരികയാണ്, നാഷണൽ ജുഡീഷ്യൽ അപ്പോയിന്റ്മെന്റ് NJAC, നാഷണൽ ജുഡീഷ്യൽ അപ്പോയിന്റ്മെന്റ് കമ്മിറ്റീനെ ഫോം ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നാൽ സുപ്രീം കോടതി എന്ത് പറഞ്ഞു, ഇത് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആണ് എന്ന് പറഞ്ഞിട്ട് ഇറ്റ് ഡിക്ലെയർഡ് ദിസ് ആസ് വോയിഡ്. അതോട് കൂടിയിട്ട് ഈ നിയമം എന്ത് ചെയ്തു, പ്രാബല്യത്തിൽ വരാതെ പോയി. അപ്പം ഇവിടെ പാർലമെന്റിന് എല്ലാ അധികാരങ്ങളും നിർമ്മിക്കാനുള്ള പവേഴ്സ് ഉണ്ട്, എന്നിരുന്നാൽ പോലും എന്തുണ്ട്, ജുഡീഷ്യറിക്ക് അത് നൾ ആൻഡ് വോയിഡ് ആണ് എന്ന് ഡിക്ലെയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രൊവിഷനും കൂടെ ഉണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും നിങ്ങൾ ചോദിക്കും ഇതിൽ ആരാണ് വലുത്, പാർലമെന്റ് ആണോ ജുഡീഷ്യറി ആണോ വലുത് എന്നുള്ളത്. ഓക്കെ, ഇവിടെ വലുത് ആരാണ് എന്ന തർക്കത്തിന് എന്തില്ല, പ്രസക്തിയില്ല. സോ അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത് ഇറ്റ് ഇസ് എ സിന്തസിസ് ഓഫ് പാർലമെന്ററി സോവറിനിറ്റി ആൻഡ് ജുഡീഷ്യൽ സുപ്രീമസി. ഇത് രണ്ടിന്റെയും കൂടെ ഒരു ബാലൻസ് ആണ്. അപ്പൊ ഇത് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ കൊണ്ടുവന്നത്, ഇറ്റ് ഇസ് ആക്ച്വലി എ ചെക്ക് ആൻഡ് ബാലൻസ്.
ഓക്കെ, അതായത് ഒരു വിങ് മാത്രം സ്ട്രോങ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള ഒരു ചെക്ക് ആൻഡ് ബാലൻസ് സിസ്റ്റമാണ് ഇത് എന്ന് പറയുന്നത്. ഓക്കെ, സോ പവറിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്, ഓക്കെ, ഒരാളും ഒരു ഓതോറിറ്റേറിയൻ അല്ലെങ്കിൽ ഒരു ഏകാധിപത്യം അല്ലെങ്കിൽ ഭരണം, അധികാരം ഒരു വ്യക്തിയിലേക്ക് അല്ലെങ്കിൽ ഒരു വിങ് ഓഫ് ദി ഗവൺമെന്റിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള ഒരു മെക്കാനിസമാണ്. ദെൻ അടുത്തത് ഇന്റഗ്രേറ്റഡ് ആൻഡ് ഇൻഡിപെൻഡന്റ് ജുഡീഷ്യറി. ഇതുകൊണ്ട് എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നത്? ഓക്കെ, ഇന്റഗ്രേറ്റഡ് ജുഡീഷ്യറി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഏറ്റവും ടോപ്പായിട്ട് സുപ്രീം കോടതി വരുന്നുണ്ട്, അതിന് താഴെ ഹൈക്കോടതികൾ വരുന്നുണ്ട്, അതിന് താഴെയായിട്ട് ഡിസ്ട്രിക്ട് കോർട്ടുകൾ അല്ലെങ്കിൽ സെക്ഷൻ കോടതികൾ വരുന്നുണ്ട്, ദെൻ ലൈക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള അതർ പ്രൊവിൻഷ്യൽ കോർട്സ് ഒക്കെ വരുന്നുണ്ട്. ഓക്കെ, സോ ഇങ്ങനെ കറക്റ്റ് ആയിട്ടുള്ള ഒരു ഹൈറാർക്കിയൽ സിസ്റ്റം വരുന്നുണ്ട്. അതായത് ഡിസ്ട്രിക്ട് കോർട്ടിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും ഒരു കേസിന് തീർപ്പ് നമുക്ക് വേണ്ട പോലെ ലഭിച്ചിട്ടില്ല അല്ലെങ്കിൽ നീതി ലഭിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ ഹൈക്കോടതിയിലേക്ക് മൂവ് ചെയ്യും. ഹൈക്കോടതിയിൽ നിന്ന് കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾ സുപ്രീം കോടതിയിലേക്ക് പോകും. ഓക്കെ, ഇങ്ങനെ അപ്പീൽ കൊടുത്ത് നമുക്ക് പോകാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അപ്പലറ്റ് ജുറിസ്ഡിക്ഷൻ അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇതിനെയാണ് ഇന്റഗ്രേറ്റഡ് ജുഡീഷ്യറി എന്ന് പറയുന്നത്. ഈ ജുഡീഷ്യൽ സ്ട്രക്ചർ എന്താണ്? കംപ്ലീറ്റ്ലി ഇന്റഗ്രേറ്റഡ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ USA അമേരിക്കയിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ സ്റ്റേറ്റ് ഗവൺമെന്റിന് ഒരു ജുഡീഷ്യറി ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ എൻറ്റയർ അമേരിക്കയ്ക്ക് എന്തുണ്ടായിരിക്കും? ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ജുഡീഷ്യറി ഉണ്ടായിരിക്കും. അപ്പൊ അമേരിക്കയിൽ എന്തുണ്ട്? 50ഓളം സ്റ്റേറ്റുകൾ ഉണ്ട്. ഓരോ സ്റ്റേറ്റിനും സെപ്പറേറ്റ് ആയിട്ടുള്ള ലോസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷെ ഇത് രണ്ടും ഇൻഡിപെൻഡന്റ് ആണ്. ഇവിടുത്തെ ഒരു വിഷയത്തിന്റെ പേരിൽ നിങ്ങൾക്ക് ഇവിടെ സുപ്രീം കോടതിയുടെ അടുത്തേക്ക് അല്ലെങ്കിൽ ഫെഡറൽ കോർട്ടിന്റെ അടുത്തേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? അപ്പീലിന് പോകാൻ വേണ്ടിയിട്ട് പറ്റില്ല. എന്നാൽ ഇന്ത്യയുടെ കേസിൽ അങ്ങനെ പോകാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, കാരണം എന്താണ്? ഇവിടെ ഓരോ സംസ്ഥാനങ്ങൾക്കും അമേരിക്കയിലെ ഓരോ സ്റ്റേറ്റിനും എന്താണ്? ഡിഫറെന്റ് ആയിട്ടുള്ള നിയമങ്ങളാണ്. അപ്പൊ ഇതെല്ലാം കൂടെ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല? ഇവിടുത്തെ ഹയസ്റ്റ് കോർട്ടിലേക്ക് നിങ്ങൾക്ക് അപ്പീലിന് പോകാൻ വേണ്ടിയിട്ട് പറ്റില്ല. ഓക്കെ, എന്നാൽ ഇന്ത്യയിൽ അത് നിങ്ങൾക്ക് സാധ്യമാണ്. ഓക്കെ, ദെൻ വാട്ട് ഇസ് മീൻ ബൈ ഇൻഡിപെൻഡന്റ് ജുഡീഷ്യറി? അത് നമ്മൾ നേരത്തെ പറഞ്ഞ കൺസെപ്റ്റ് ആണ്, സെപ്പറേഷൻ ഓഫ് പവർ. എന്ന് വെച്ച് കഴിഞ്ഞാൽ 3 വിങ്സ് ഉണ്ട് ഗവൺമെന്റിന്. എക്സിക്യൂട്ടീവ് ഉണ്ട്, ലെജിസ്ലേച്ചർ ഉണ്ട്, ജുഡീഷ്യറി ഉണ്ട്. ഇത് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അപ്പം എക്സിക്യൂട്ടീവിൽ നിന്നും ലെജിസ്ലേച്ചറിൽ നിന്നും വ്യത്യസ്തമായിട്ട് സ്വതന്ത്രമായിട്ട് ജുഡീഷ്യറി എക്സിസ്റ്റ് ചെയ്യുന്നു. അതുകൊണ്ടാണ് നമ്മൾ അതിനെ ഇൻഡിപെൻഡന്റ് ജുഡീഷ്യറി എന്ന് പറയുന്നത്. They are not dependent upon executive or legislature. So we call judiciary independent. Okay, so clear ആണ്. അടുത്തത് ഫണ്ടമെന്റൽ റൈറ്റ്സ്. അതെന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ പൊളിറ്റിക്കൽ ഡെമോക്രസിയെ സ്ട്രെങ്തൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, പൊളിറ്റിക്കൽ ഡെമോക്രസിയെ സ്ട്രെങ്തൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉണ്ട്. അതും നമ്മുടെ ഒരു ഫീച്ചറാണ്. ഈ ഫണ്ടമെന്റൽ റൈറ്റ്സ് നമ്മൾ എവിടെ നിന്ന് ഇൻസ്പയർഡ് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറയാം അമേരിക്കയുടെ ബിൽ ഓഫ് റൈറ്റ്സിൽ നിന്ന് ഇൻസ്പയർഡ് ആണ്. ഇനി അതേപോലെ എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മുടെ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷനിലും ഫണ്ടമെന്റൽ റൈറ്റ്സ് വേണം, അല്ലെങ്കിൽ ചില അവകാശങ്ങളെല്ലാം ജനങ്ങൾക്ക് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതിൽ നിന്നൊക്കെ ഇൻസ്പയർഡ് ആയിട്ടാണ് നമ്മൾ ഫണ്ടമെന്റൽ റൈറ്റ്സ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ എന്ത് ചെയ്തിട്ടുള്ളത്? ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മുടെ ഇന്ത്യൻ നാഷണൽ മൂവ്മെന്റ് മൊത്തമായിട്ട് നിങ്ങൾ പരിശോധിച്ച് നോക്കി കഴിഞ്ഞാൽ നമ്മുടെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടമായിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അല്ലെങ്കിൽ ഇന്ത്യയുടെ ഫ്രീഡം സ്ട്രഗിൾ എന്ന് പറയുന്നത്. ഉപ്പ് കുറുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അവകാശം, സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള അവകാശം, സ്ട്രൈക്ക് നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള അവകാശം. ഓക്കെ, ഇത്തരത്തിൽ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടമായിരുന്നു. അപ്പം അതിൽ നിന്നും ഇൻസ്പയർഡ് ആയിട്ടും കൂടെയാണ് ചില ഫണ്ടമെന്റൽ റൈറ്റ്സ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ അടുത്തതാണ് റൈറ്റ് ടു ഇക്വാലിറ്റി. ഇത് കവർ ചെയ്യുന്നത് ആർട്ടിക്കിൾ 14 to 18 ആണ്. ഓക്കെ, 14 റൈറ്റ് ടു ഇക്വാലിറ്റി വരുന്നുണ്ട്, ഇക്വാലിറ്റി ബിഫോർ ലോ വരുന്നുണ്ട്, ദെൻ ലൈക്ക് ഇക്വാലിറ്റി ടു ദി പബ്ലിക് ഓഫീസ് വരുന്നുണ്ട്, അൺടച്ചബിലിറ്റി വരുന്നുണ്ട്. ഓക്കെ, അങ്ങനെ 14 to 18 വരെ വരുന്ന എല്ലാ ആർട്ടിക്കിൾസും വൺ ഓർ ദി അതർ വേ ഇക്വാലിറ്റിയെ മെൻഷൻ ചെയ്യുന്നതാണ്. ഓക്കെ, സോ ഈ ഒരു സെഷൻ നമ്മൾ ഇൻ ഡീറ്റെയിൽ ആയിട്ട് ഫണ്ടമെന്റൽ റൈറ്റ്സ് പറയുന്ന സമയത്ത് പറയും. ഓക്കെ, ഓരോ ആർട്ടിക്കിൾസും സെപ്പറേറ്റ് എടുത്തിട്ട് തന്നെ പറയും. അതുകൊണ്ട് തൽക്കാലം ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉണ്ട് എന്നുള്ളതും അത് ഈ ഓരോ സെക്ഷൻസ് ആണ് എന്നുള്ളതും മാത്രം ഒന്ന് ഓർത്ത് വെക്കുക. ദെൻ റൈറ്റ് ടു ഫ്രീഡം. ഓക്കെ, ആർട്ടിക്കിൾ 19 മുതൽ 22 വരെയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? റൈറ്റ് ടു ഫ്രീഡംസിനെ കുറിച്ച് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇതിൽ ആർട്ടിക്കിൾ 19 കുറിച്ചിട്ട് കഴിഞ്ഞ KS എക്സാമിനേഷന്റെ മെയിൻസിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആർട്ടിക്കിൾ 19 ക്ലോസ് 2ന്റെ അണ്ടറിൽ വരുന്ന റെസ്ട്രിക്ഷൻസ് എന്തൊക്കെയാണ് എന്നുള്ളത്. ഓക്കെ, സോ ഈ ഒരു റെസ്ട്രിക്ഷൻസിന്റെ ചിലത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റിലൂടെ ആഡ് ചെയ്തതാണ്. ഓക്കെ, ആ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ഏതാണ് എന്ന് പറയണം. ഓക്കെ, ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊരു ക്ലൂ തരാം. ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് വരുന്നത് 1970ക്കും 80ക്കും ഇടയിലാണ്. അങ്ങനെയാണെങ്കിൽ ആ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ഏതാണ്? നിങ്ങളൊന്ന് കമന്റ് ചെയ്യണം. ഓക്കെ, ആ ഒരു ഇൻട്രാക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ക്ലാസ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എനർജറ്റിക് ആയിട്ട് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പൊ ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക? കമന്റ് ചെയ്യും. പിന്നെ അടുത്തത് റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ, ആർട്ടിക്കിൾ 23 and 24. ഓക്കെ, ചൈൽഡ് ലേബർ, ബോണ്ടഡ് ലേബർ ഒക്കെ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? കോൺസ്റ്റിറ്റ്യൂഷൻ ബാൻ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ റെസ്ട്രിക്ട് ചെയ്യുന്നുണ്ട്. ദെൻ റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ. സോ 25 മുതൽ 28 വരെയുള്ള കാര്യങ്ങളിൽ എന്ത് ചെയ്യുന്നുണ്ട്? 25, 26, 27, 28
4 ആർട്ടിക്കിൾസിലായിട്ട് റൈറ്റുകൾ എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. ദെൻ അടുത്തതാണ് കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്. ഞാൻ നേരത്തെ പറഞ്ഞു ആർട്ടിക്കിൾ 29 ആൻഡ് 30 വരുന്ന സമയത്ത് നമ്മുടെ ലാംഗ്വേജ്, അതുപോലെ ലൈക്ക് മൈനോറിറ്റീസ്, ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ കൾച്ചറും അതുപോലെ തന്നെ എഡ്യൂക്കേഷനും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊട്ടക്ട് ചെയ്യപ്പെടുന്നുണ്ട്. ദെൻ ഫൈനലി നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഹാർട്ട് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് അണ്ടർ ആർട്ടിക്കിൾ 32. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലെ ഏറ്റവും സിഗ്നിഫിക്കന്റ് ആർട്ടിക്കിൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഇസ് ആർട്ടിക്കിൾ 32. Also it is called the heart of the Indian Constitution. Okay, എന്ന് വിശേഷിപ്പിച്ചത് BR അംബേദ്കർ തന്നെയാണ്. കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്. ഓക്കെ, സോ ഇതിന്റെ അണ്ടറിലാണ് സുപ്രീം കോടതിക്ക് റിട്ട് പുറപ്പെടുവിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അവകാശങ്ങളും അധികാരങ്ങളും ഒക്കെ കിട്ടുന്നത്. ഓക്കെ, സുപ്രീം കോടതിക്ക് മാത്രമല്ല ഹൈക്കോടതിക്കും ഇതിന്റെ അണ്ടറിൽ എന്ത് ചെയ്യാം, റിട്ടുകൾ പുറപ്പെടുവിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ അവിടെ ഓർത്തു വെക്കുക. പിന്നെ അടുത്തത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, നിർദ്ദേശക തത്വങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിലെ സ്റ്റേറ്റ് ഗവൺമെന്റ് ആയിക്കോട്ടെ അല്ലെങ്കിൽ യൂണിയൻ ഗവൺമെന്റ് ആയിക്കോട്ടെ, ഇവര് എന്ത് അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ എന്ത് മുൻനിർത്തിയിട്ടായിരിക്കണം പ്രവർത്തിക്കേണ്ടത് എന്നുള്ള ഒരു ഡയറക്ഷൻ കൊടുക്കുന്നത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയാണ്. ദെൻ കംസ് ലൈക്ക് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്, ആർട്ടിക്കിൾ 51A അണ്ടറിൽ വരുന്നതാണ്. ഓക്കെ, സോ ഇറ്റ് വാസ് ഇൻക്ലൂഡഡ് അണ്ടർ വിച്ച് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ട്, അത് നമുക്ക് എന്താണ്, ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, സോ മിനി കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ടിന്റെ അണ്ടറിൽ ആഡ് ചെയ്യപ്പെടുന്ന ഒരു പ്രൊവിഷനാണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എന്ന് പറയുന്നത്. ദിസ് ഇസ് ഇൻസ്പയർഡ് ഫ്രം റഷ്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ USSRന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. ഇതൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. പിന്നെ അടുത്തത് സെക്യുലർ സ്റ്റേറ്റ്. ഇന്ത്യ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു മതേതരത്വ രാജ്യമാണ്. അതായത് ഇന്ത്യക്ക് ഒരു ഒഫീഷ്യൽ റിലീജിയൻ ഇല്ല, ഒരു മതമില്ല. എല്ലാ മതക്കാർക്കും ഏകോദര സഹോദര മനോഭാവത്തോടു കൂടിയിട്ട് ഇന്ത്യയിൽ താമസിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതിനെയാണ് സെക്യുലർ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ ആണ് 42nd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ട്. കാരണം ഈ സെക്യുലറിസം എന്ന് പറയുന്ന വേർഡ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് ആഡ് ചെയ്യുന്നത് 42nd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ട് ആണ്. ഈ സെക്യുലറിസത്തിന്റെ കൂടെ വേറെ 2 വാക്കുകളും കൂടെ എന്ത് ചെയ്തിട്ടുണ്ട്, ആഡ് ചെയ്തിട്ടുണ്ട്. അത് ഏതാണെന്നുള്ളത് കമന്റ് ചെയ്യുക. ഓക്കെ, നിങ്ങൾ കമന്റ് ചെയ്തെന്ന് വിചാരിക്കുന്നു. ഞാൻ ആൻസർ പറയാണ്. സെക്യുലറിസത്തിന്റെ കൂടെ ആഡ് ചെയ്തിട്ടുള്ള മറ്റ് 2 വാക്കുകളാണ് സോഷ്യലിസം എന്ന് പറയുന്നതും. ഓക്കെ, സോഷ്യലിസം എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതിന്റെ കൂടെ ആഡ് ചെയ്തിട്ടുള്ള മറ്റൊരു വാക്കാണ് എന്തെന്ന് പറയുന്നത്, സോഷ്യലിസം എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ 2 കാര്യം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഒരു സാലിയന്റ് ഫീച്ചേഴ്സ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നതാണ്. സോ വാട്ട് ഇസ് സോഷ്യലിസം? ഓക്കെ, സോഷ്യലിസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു കൺസെപ്റ്റ് നിങ്ങൾ വേൾഡ് ഹിസ്റ്ററി പഠിക്കുന്ന സമയത്ത് കുറച്ചുകൂടെ ഇൻ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. എനിവേ, സ്റ്റേറ്റ് കൺട്രോൾഡ് പ്രൊഡക്ഷൻ. ഓക്കെ, സ്റ്റേറ്റ് കൺട്രോൾഡ് പ്രൊഡക്ഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സെക്യുലറിസം എന്ന് പറയുന്നത്. ദെൻ അതേപോലെ തന്നെ ഇന്റഗ്രിറ്റി എന്ന് പറയുന്ന ഒരു വാക്കും എന്ത് ചെയ്തിട്ടുണ്ട്, ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ഈ അമെൻമെന്റ് വരുന്നത് 1976 സോ ദ ആർട്ടിക്കിൾസ് പ്രൊമോട്ടിംഗ് ദ സെക്യുലറിസം. ഫസ്റ്റ് ഓഫ് ഓൾ ഇന്ത്യൻ പ്രിയമ്പിൾ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് 14. ഓക്കെ, ഇക്വാലിറ്റി ബിഫോർ ദ ലോ ഇറസ്പെക്റ്റീവ് ഓഫ് ദി റിലീജിയൻ എന്നിവിടെ പറയുന്നുണ്ട്. ആർട്ടിക്കിൾ 15 ഇറസ്പെക്റ്റീവ് ഓഫ് ദി റിലീജിയൻ. Then Article 16 equality of opportunity irrespective of religion. Then 25 to 30 വരുന്ന സമയത്ത്, ഓക്കെ, 25 to 28 വരെ എന്ത് ചെയ്യുന്നുണ്ട്, റിലീജിയനെ തന്നെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. 28 to 30 വരുന്ന സമയത്ത് റിലീജിയസ് മൈനോറിറ്റീസിനെയും കൂടെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. 44 വരുന്ന സമയത്ത് യൂണിഫോം സിവിൽ കോഡ് വരുന്നുണ്ട്. എല്ലാ മതങ്ങൾക്കും പൊതുവായിട്ടുള്ള ഒരു നിയമം, അതിനെയാണ് യൂണിഫോം സിവിൽ കോഡ് എന്ന് പറയുന്നത്. അതും എന്താണ്, മതേതരത്വത്തെ അപ്ഹോൾഡ് ചെയ്യുന്നതാണ്. അടുത്തത് യൂണിവേഴ്സൽ അഡൾട്ട് ഫ്രാഞ്ചൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 18 വയസ്സ് പ്രായപൂർത്തിയായിട്ടുള്ള എല്ലാ ജനങ്ങൾക്കും വോട്ടവകാശം കൊടുക്കുന്നുണ്ട്. ഓക്കെ, ആർട്ടിക്കിൾ 324 ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ. അതിന് അണ്ടറിൽ 18 വയസ്സായ ഏതൊരു ഇന്ത്യൻ പൗരനും വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, സോ വോട്ട് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരെ ആരൊക്കെയാണെന്നുള്ളത് പറയാം. ഓക്കെ, ഇപ്പൊ ഞാൻ ജസ്റ്റ് നിങ്ങളുടെ അടുത്ത് ചോദിക്കുകയാണ്, അണ്ടർ ട്രയൽസ് ഇവർക്ക് വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുമോ? ദെൻ ലൈക്ക് പ്രിസണേഴ്സ്. ഓക്കെ, പ്രിസണേഴ്സ് ഇവർക്ക് വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുമോ? ദെൻ അതുപോലെ തന്നെ പ്രിവെന്റീവ് ഡിറ്റൻഷനിലുള്ള ആളുകൾ ഇവർക്ക് വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുമോ? അതുപോലെ ഹു ആർ ദ സർവീസ് വോട്ടേഴ്സ്, സർവീസ് വോട്ടേഴ്സ് ആരാണ്? ഇതൊക്കെ നമ്മൾ പഠിക്കും. ഓക്കെ, സോ അണ്ടർ ട്രയൽസ്, പ്രിസണേഴ്സ് ഇവർക്കൊന്നും വോട്ട് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഇതൊക്കെ നമ്മൾ പഠിക്കും ഡീറ്റെയിൽ ആയിട്ട്. അടുത്തത് സിംഗിൾ സിറ്റിസൺഷിപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ USA കേസ് പറഞ്ഞ സമയത്ത് ഞാൻ പറഞ്ഞു, ഓരോ സംസ്ഥാനങ്ങൾക്കും US 50 സ്റ്റേറ്റ് ഉണ്ടെങ്കിൽ 50 സ്റ്റേറ്റിനും സെപ്പറേറ്റ് ആയിട്ടുള്ള ലോസ് അല്ലെങ്കിൽ സെപ്പറേറ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. ഓക്കെ, ദെൻ ഓൾ ടുഗദർ എന്തുണ്ട്, ഒരു സെപ്പറേറ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. അപ്പൊ അങ്ങനെ നോക്കുന്ന സമയത്ത് ഓരോ സംസ്ഥാനങ്ങൾക്കും സെപ്പറേറ്റ് ആയിട്ടുള്ള സിറ്റിസൺഷിപ്പ് എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ ഒരു USA സിറ്റിസൺ ആകുന്ന സമയത്ത് ഒരു സെപ്പറേറ്റ് സിറ്റിസൺഷിപ്പും ഉണ്ട്.
അങ്ങനെ നോക്കുന്ന സമയത്ത് അമേരിക്കയിലൊക്കെ ഉള്ളത് ഡ്യുവൽ സിറ്റിസൺഷിപ്പ് ആണ്. എന്നാൽ ഇന്ത്യയിലേക്ക് വരുന്ന സമയത്ത് സിംഗിൾ സിറ്റിസൺഷിപ്പ് ആണ്. നമ്മൾ എല്ലാവരും ഇന്ത്യക്കാരനാണ്. കേരളക്കാരന് വേറെ സിറ്റിസൺഷിപ്പ് ഇല്ല, തമിഴ്നാട്ടുകാരന് വേറെ സിറ്റിസൺഷിപ്പ് ഇല്ല. ഓക്കെ, നമുക്ക് എല്ലാവർക്കും, അത് കേരളത്തിൽ നിന്നുള്ള ആളായാലും കാശ്മീരിൽ നിന്നുള്ള ആളായാലും ഗുജറാത്തിൽ നിന്നുള്ള ആളായാലും വെസ്റ്റ് ബംഗാളിൽ നിന്നുള്ള ആളായാലും എല്ലാവർക്കും ഒരൊറ്റ ഐഡന്റിറ്റി ഉള്ളൂ, ദാറ്റ് ഇസ് കോൾഡ് ഇന്ത്യൻ. Okay, so we have only one identity, that is called Indian, irrespective of the religion, caste, or the region. We have one sentiment and one identity, that is Indian. Then അടുത്തതാണ് ഇൻഡിപെൻഡന്റ് ബോഡീസ്. നമ്മുടെ ഫംഗ്ഷൻ അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ ഫംഗ്ഷൻ കുറെ കൂടെ സുതാര്യമാക്കുന്നതിന്, എഫിഷ്യന്റ് ആക്കുന്നതിന് വേണ്ടിയിട്ട് സ്വതന്ത്രമായിട്ടുള്ള ചില ബോഡീസ് നമുക്കുണ്ട്. അതിന് എക്സാമ്പിൾ ആണ് എന്തെന്ന് പറയുന്നത്, ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ വരുന്നുണ്ട്, CAG വരുന്നുണ്ട്. ഇങ്ങനെ സ്വതന്ത്രമായിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് ഉണ്ട്. ഓക്കെ, ഇലക്ഷൻ കമ്മീഷൻ എന്തിനു വേണ്ടിയിട്ട്, ഇലക്ഷൻ നടത്തുന്നതിന് വേണ്ടിയിട്ട്. CAG എന്തിനു വേണ്ടിയിട്ടാണ്, ഓഡിറ്റിംഗ് ആൻഡ് അക്കൗണ്ടിങ് നടത്തുന്നതിന് വേണ്ടിയിട്ട്. അപ്പൊ ഇത്തരത്തിലുള്ള സ്വതന്ത്രമായിട്ടുള്ള ചില ബോഡീസും കൂടെ നമ്മുടെ ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗമായിട്ട് നിലനിൽക്കുന്നുണ്ട്. പിന്നെ അടുത്തത് എമർജൻസി പ്രൊവിഷൻസ്. ഓക്കെ, സോ ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. എമർജൻസി പ്രൊവിഷൻസ് ഏത് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് നമ്മൾ എടുത്തത്? ഓക്കെ, അതിന്റെ പ്രത്യേക ടൈം ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏത് കോൺസ്റ്റിറ്റ്യൂഷൻ ആണെന്നുള്ളത് മെൻഷൻ ചെയ്യാം. ഇനി കോൺസ്റ്റിറ്റ്യൂഷനിലെ എമർജൻസി പ്രൊവിഷൻസ് ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന ആർട്ടിക്കിൾസ് ആണ് ആർട്ടിക്കിൾ 352, 356, 365 ആൻഡ് 360 എന്ന് പറയുന്നത്. ഇത് നാഷണൽ എമർജൻസി ആണ്. ഇത് രണ്ടും പ്രസിഡന്റ്സ് റൂൾ അല്ലെങ്കിൽ പ്രസിഡന്റ്സ് എമർജൻസി എന്ന് വെച്ച് കഴിഞ്ഞാൽ സംസ്ഥാനങ്ങൾക്ക് മുകളിലേക്ക് ഇമ്പോസ് ചെയ്യുന്ന എമർജൻസിയാണ്. ഇത് ഫൈനാൻഷ്യൽ എമർജൻസി ആണ്. ഓക്കെ, അതായത് ഒരു അൺപ്രസിഡന്റ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് അത് ഹാൻഡിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സെൻട്രൽ ഗവൺമെന്റിന് ചില പ്രത്യേക പവറുകൾ കൊടുക്കും. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു എമർജൻസി ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത് ഫെഡറൽ സ്വഭാവത്തിലുള്ള നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ കുറെ കൂടെ യൂണിറ്ററി സ്വഭാവത്തിലേക്ക് മാറും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈവൻ ഈ ഇരിക്കുന്ന സ്റ്റേറ്റ് ഗവൺമെന്റിനെ സസ്പെൻഡ് ചെയ്യുന്നതിന് പോലുള്ള അധികാരം വരുന്നുണ്ട്. ഓക്കെ, അങ്ങനെ സസ്പെൻഡ് ചെയ്യാൻ പറ്റും. എന്നിട്ട് അവിടുത്തെ തീരുമാനങ്ങൾ കൂടെ നടത്തുന്നത് സെൻട്രൽ ഗവൺമെന്റ് ആയിരിക്കും. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, യൂണിറ്ററി ബയാസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ യൂണിറ്ററി ബയാസ് കാണിക്കുന്ന ഒരു പ്രൊവിഷൻ കൂടിയാണ് എമർജൻസി പ്രൊവിഷൻ എന്ന് പറയുന്നത്. then അടുത്തത് 3-tier ഗവൺമെന്റ്. നമുക്കറിയാം 73rd ആൻഡ് 74th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ട് വന്നതോട് കൂടിയിട്ട് സെൻട്രൽ ഗവൺമെന്റ്, then ലൈക്ക് സ്റ്റേറ്റ് ഗവൺമെന്റ്, അതിന് താഴെ ഒരു പുതിയ സ്ട്രക്ചറും കൂടെ, ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഹയറാർക്കിയും കൂടെ, ഒരു ഗവൺമെന്റ് സ്ട്രക്ചറും കൂടെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. അതാണ് ഈ പറയുന്ന 3-tier സിസ്റ്റത്തിലേക്ക് ലീഡ് ചെയ്യുന്നത്. അതാണ് പഞ്ചായത്ത് ആൻഡ് മുനിസിപ്പാലിറ്റി എന്ന് പറയുന്നത്. അപ്പം എത്ര ലെയർ ഉണ്ട്? ഏറ്റവും താഴെ ലോക്കൽ ലെവലിൽ പഞ്ചായത്ത് ആൻഡ് മുനിസിപ്പാലിറ്റി വരുന്നുണ്ട്, സ്റ്റേറ്റ് ലെവലിൽ സ്റ്റേറ്റ് ഗവൺമെന്റ് വരുന്നുണ്ട്, ദെൻ ഏറ്റവും ടോപ്പിലെ യൂണിയൻ ഗവൺമെന്റ് അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റ് വരുന്നുണ്ട്. അങ്ങനെയാണ് 3-tier സിസ്റ്റം ഓഫ് ഗവൺമെന്റ് വരുന്നത്. ഓക്കെ, സോ ഇവിടെ എന്റെ സ്വാഭാവികമായിട്ടുള്ള ചോദ്യം, ഫസ്റ്റ് ടൈം 3-tier സിസ്റ്റം ഓഫ് ഗവൺമെന്റ് പ്രപ്പോസ് ചെയ്ത കമ്മിറ്റി ഏതാണ്? ഓക്കെ, നമ്മൾ ഒരുപാട് കമ്മിറ്റിയെ കുറിച്ച് പഠിപ്പിച്ചിട്ടുണ്ടായിരിക്കും. പൽവന്ത് റായ് കമ്മിറ്റി, അശോക് മേത്ത കമ്മിറ്റി, LM സിംഗ്വി കമ്മിറ്റി, ഇതൊക്കെ നമ്മൾ ഇൻ കേസ് ലൈക്ക് അപ്കമിങ് ക്ലാസ്സസിൽ പഠിക്കും. അപ്പം നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ 3-tier സിസ്റ്റം ഓഫ് ഗവൺമെന്റ് പ്രപ്പോസ് ചെയ്ത കമ്മിറ്റി ഏതാണെന്നുള്ളത് ജസ്റ്റ് കമന്റ് ചെയ്യാം. പിന്നെ അടുത്തതാണ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്, 97th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ട്. അപ്പം ഈവൻ ഈ ഒരു പ്രൊവിഷൻ, ജനങ്ങൾ ചേർന്ന് നിർമ്മിക്കുന്ന കോപ്പറേറ്റീവ് സൊസൈറ്റി പോലും നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഒരു ഫീച്ചറായിട്ട് ആഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഈ 97th കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് ആക്ട് എന്ന് പറയുന്നത് നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സിനെ അമെൻഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഒരു 9B എന്ന് പറയുന്ന ഒരു പുതിയ പ്രൊവിഷനും കൂടെ എന്ത് ചെയ്തിട്ടുണ്ട്, ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ഒരു പുതിയ പ്രൊവിഷനും കൂടെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ എന്ത് ചെയ്തു, ആഡ് ചെയ്തു. അതും കൂടെ നമ്മൾ ഇവിടെ എന്ത് ചെയ്യണം, കൺസിഡർ ചെയ്യേണ്ടതാണ്. ഓക്കെ, സോ ഇത്തരത്തിലെ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഫോം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള അധികാരം ജനങ്ങൾക്ക് ഫണ്ടമെന്റൽ റൈറ്റ്സിലൂടെ ഈ പറയുന്ന ആർട്ടിക്കിളിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കേണ്ടതാണ്. കോപ്പറേറ്റീവ് സൊസൈറ്റീസിന് കോൺസ്റ്റിറ്റ്യൂഷണൽ അംഗീകാരം കൊടുക്കുന്ന അല്ലെങ്കിൽ ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ ഭാഗമായിട്ട് കോപ്പറേറ്റീവ് സൊസൈറ്റി ഫോം ചെയ്യാൻ നമുക്ക് അധികാരം തന്നിട്ടുള്ളത് 97th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ട് ആണ്. ഇനി നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷനിലെ ഷെഡ്യൂൾസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഷെഡ്യൂൾസ് ആയിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്. തൽക്കാലം നമുക്ക് ഈ ഒരു വീഡിയോ തൽക്കാലം ഇവിടെ നിർത്താം. അതിനുശേഷം ഷെഡ്യൂൾസ് മുതലുള്ള പാർട്ടുകൾ നമുക്ക് എന്ത് ചെയ്യാം, സെക്കൻഡ് വീഡിയോയിൽ കാണാം. ഓക്കെ, ഒരുപാട് ലെങ്ത്തിലേക്ക് വീഡിയോ പോകണ്ട, നമുക്കതൊരു 3 പാർട്ടായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ക്ലാസ്സുകളെ ഡിവൈഡ് ചെയ്യാം. ഓക്കെ, സോ താങ്ക് യു. അടുത്ത ക്ലാസ്സുകൾ നിങ്ങൾ എന്ത് ചെയ്യാം, ഇമ്മീഡിയറ്റ്ലി വാച്ച് ചെയ്യാം. ആ ഒരു കണ്ടിന്യൂറ്റിയുടെ പ്രശ്നം ഇല്ലാതിരിക്കും.